ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്, ചിന്തകൾ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ്, ദിവസവും ഒരു റീഡിംഗ് എങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ എന്താണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് റീഡ് ചെയ്യാമോ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പൈൽ റീഡിംഗ് എടുക്കാം എന്ന് വിചാരിച്ചത്. സോ ഞാൻ ഇവിടെ 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് കരുതുന്നു. ആൻഡ് ഇത് ഗ്രൂപ്പ് നമ്പർ 2 ആണ്. ഓക്കെ, നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന, നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അതുപോലെ വീഡിയോസിൽ നിന്നും, ഇങ്ങനത്തെ റീഡിങ്സിൽ നിന്നും കിട്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്തെടുത്തിട്ട് പോകുക. അല്ലാതെ ഇതിൽ നിന്നും കിട്ടുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം നിങ്ങൾ എടുത്തു കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, അതേപോലെ ഇത് ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. സപ്പോസ് ഇനി കാണുമ്പോൾ റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1ന്റെ റീഡിങ്ങിലേക്ക് പോവാം. അതേപോലെ തന്നെ ഇനിയിപ്പോ ഈ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ എൻ്റെ ഫാമിലിയിൽ, അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കമന്റ്സ് കാണാറുണ്ട്. നിങ്ങൾ റിയൂണിയന് വേണ്ടി കാത്തിരിക്കുന്നവര്, അതുപോലെ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവര്, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. ഓക്കെ, നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1ന്റെ റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, നിങ്ങളുടെ കാർഡ് ഇതാണ്, മൂവ് ഇൻ എ ന്യൂ ഡയറക്ഷൻ. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവരെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസിലായിരിക്കാം ഉണ്ടായിരിക്കുക. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ എടുത്ത തീരുമാനമായിരിക്കാം, നിങ്ങൾ എടുത്ത തീരുമാനമായിരിക്കില്ല. അതായത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഉള്ളവരായിരിക്കാം. അതുപോലെ അടുത്തൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയിട്ടുള്ള അത്ര അടുത്തുള്ളവരായിരിക്കില്ല നിങ്ങൾ. അതുപോലെ കോണ്ടാക്ട് ആണെങ്കിലും ഇപ്പോഴുള്ള കോൺവെർസേഷൻ എല്ലാം നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ്, ഇടയിലൊരു ഡിസ്റ്റൻസ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാ തരത്തിലും ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എടുത്ത ഡിസിഷൻ ആയിരിക്കാം ഇതൊക്കെ. നിങ്ങൾക്ക് കിട്ടുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് അവരുടെ ചിന്തകൾ? നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ എന്താണ്? അവരുടെ ഫീലിങ്സ് എന്താണ്? കറന്റ് ഫീലിങ്സ്. നയൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെന്റിക്കിളും വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ദ ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. എല്ലാം റിവേഴ്സ്ഡ് ആണ് കിട്ടുന്നത്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതും റിവേഴ്സ്ഡ് ആണ്. ഓക്കെ, ടു ഓഫ് വൺസ് വന്നിട്ടുണ്ട്, അപ്രൈറ്റ് ആണ്. ദ വീൽ ഓഫ് ഫോർച്യൂൺ, ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ്. ആൻഡ് ടു ഓഫ് സോർട്സ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർട്സ് ആണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് നിങ്ങൾ കണ്ടല്ലോ, കിങ് ഓഫ് സോർട്സ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധമില്ലാതെ കുറച്ച് വിട്ട് നിൽക്കുന്നുണ്ടാക്കാം. അതാ ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് കുടുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിരുന്നു. അതായത് ഒരു കാര്യത്തിൽ സ്റ്റെക്കായിട്ട് നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ബിസി ആയി പോയതുപോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ഇതൊരു ജോബ് ആയിരിക്കാം,
അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആരുടെങ്കിലും കൂടെ ട്രിപ്പ് പോകുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള എൻജോയ്മെന്റ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് അവർ അങ്ങനെയുള്ള എന്തോ ഒരു ബിസിയിലാണ്. സോ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ അവർ മാറ്റി നിർത്തുന്നുണ്ടാകുക. ഓക്കെ, പല അറിവുകളും അവർക്ക് കിട്ടുന്നുണ്ട്, പല ചിന്തകളും, നിങ്ങളുടെ ചിന്തകളൊക്കെ അവരുടെയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് അത്ര കോൺസെൻട്രേഷൻ അവർ കൊടുക്കുന്നില്ല എന്നിവിടെ കാണുന്നുണ്ട്. നിങ്ങളെക്കാളും എന്തൊക്കെയോ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ചിലരൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടുപോയിരിക്കും, അതായിരിക്കും വേറൊരു പേഴ്സണെ കൊണ്ടുവരുമായിരിക്കാം. പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെ കാണുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ ഇല്ല എന്നല്ല, നിങ്ങളുടെ ചിന്തകൾ ഈ പേഴ്സൺ ഉണ്ട്. ഓക്കെ, നിങ്ങളെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. മേ ബി അവരെന്തെങ്കിലും ഒരു ട്രിപ്പിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഈ എന്താ പറയാ, ഇപ്പം ഈ ജോബൊക്കെ ആയിരിക്കുന്നവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ എന്തൊക്കെയോ ഉള്ള ഒരു കാര്യങ്ങളിൽ അവർ ബിസി ആയിട്ടുള്ളത് പോലെ, അവർ അവരുടെ എൻജോയ്മെന്റിൽ, അവരുടെ സന്തോഷങ്ങളിൽ നടക്കുന്നത് പോലെ, നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രിയോറിറ്റി, ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല. നിങ്ങളിലേക്ക് ഒരു കോൺസെൻട്രേഷൻ ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നില്ല, അവരുടെ മനസ്സിൽ കൊടുക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവര് സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതായത് ചില സമയത്ത് അവർ എത്രയൊക്കെ സന്തോഷങ്ങളിലേക്ക് പോകുമ്പോഴും ചില സമയത്ത് അവരുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ മെമ്മറീസ് അവരുടെ ഉള്ളിലേക്ക് കടന്നു വരിക. ആ ഒരു സമയത്ത് ആ പേഴ്സൺ സ്റ്റക്കായി പോകുന്നുണ്ട്, ഒരു മൂഡ് ഔട്ട് ആയി പോകുന്നുണ്ട്, ഒരു അവരുടെ ഉള്ളിൽ ഒരു ചെറിയൊരു വേദന പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അവർ ചിന്തിക്കുന്നുണ്ടാകാം, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഹാപ്പി ആയേനെ, അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടണമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. എനിക്ക് തോന്നുന്നു ഇതൊരു ആ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ ട്രിപ്പിൽ പോയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. ഓക്കെ, 8 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ നിർത്തി ഒരു സ്ഥലത്ത് നിർത്തി, എന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള ബിസി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയി പോയി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഓർമ്മകളും ഒക്കെ ആ പേഴ്സണ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതായത് ഒരു പേഴ്സൺ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ വളരെ വേറെന്തൊക്കെയോ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അവര് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് ഇപ്പോൾ ഉണ്ട്. അത് നിങ്ങൾ എത്രയൊക്കെ അങ്ങോട്ട് കയറി ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ വരുന്ന ഒരു മൈൻഡ്, അതായത് നിങ്ങളിലേക്ക് വരേണ്ട ഒരു ടൈം അല്ല ഇപ്പോൾ ഉള്ളത്. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു ടൈം അല്ല ഇത്. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒതുങ്ങേണ്ട ഒരു ടൈമാണ് ഇത്. ഓക്കെ, ദ ഹൈ പ്രീസ്റ്റസ് കാർഡും അതേപോലെ വീൽ ഓഫ് ഫോർച്യൂണും റിവേഴ്സ്ഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് തരുന്ന ഒരു ടൈം അല്ല ഇത്. സോ നിങ്ങൾ എത്രയൊക്കെ പോയാലും നിങ്ങളെ സംബന്ധിച്ച് വേദനിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകാം. സോ നിങ്ങൾ അങ്ങനെ പോവാതിരിക്കുക. അവരായിട്ട് വരുന്ന ഒരു ടൈം ഉണ്ടാകും. എന്തിനും യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അത് ആ ഒരു പ്ലാനിനനുസരിച്ച് അവർ നിങ്ങളുടെ അടുത്തോട്ട് എത്തുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ എത്ര മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അത്ര വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അവരുടെ ഉള്ളിൽ കാണുന്നില്ല. ഓക്കെ, ഇതൊരു നെഗറ്റീവ് ആയിട്ട് ഞാൻ പറയുന്നതല്ല, കാർഡിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ വെയിറ്റ് ചെയ്ത ഒരു ടൈം അവർക്ക് ഉണ്ടായിരുന്നു, നിങ്ങളെ കാത്തിരുന്ന ഒരു ടൈം അവർക്ക് ഉണ്ടായിരുന്നു. മേ ബി അവര് വളരെ ഇങ്ങനെ നിങ്ങളെ വേണമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നൊരു ടൈമിൽ മേ ബി നിങ്ങൾ അവരെ എന്താ പറയാ ഇതാക്കിയിട്ടുണ്ടാകാം, നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകാം. നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച്, നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ അവരെ അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാകാം. ചിലവരുടെ എനർജിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ്, നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ അടുത്തെങ്കിലും നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. 1 വീക്ക് അല്ലെങ്കിൽ 1 മന്തിന്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇവിടെ.
ലോങ് ഡിസ്റ്റൻസ് ഉള്ളവർ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു കോൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നമായിരിക്കും. അതായത് നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ നേരിട്ട് കാണുമ്പോഴാണ് പ്രശ്നങ്ങൾ ഒതുങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അടുത്ത് എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആ പേഴ്സന്റെ കൂടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ട്രാവൽ ചെയ്യാനുള്ള ചാൻസ് ചിലവരുടെ എനർജിയിലെങ്കിലും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. അതായത് നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. കാരണം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ ചില മെമ്മറീസ് അവരെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ കൂടെ നിങ്ങൾ അവരുടെ കൂടെ വേണമെന്നുള്ള ചിന്തകളൊക്കെ അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരിപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിൽ അവർ ജീവിക്കുകയാണ്. അതായത് ചിലപ്പോൾ അവരുടെ ജോലി ബേസ് ഒക്കെ ആയിരിക്കാം കേട്ടോ, എന്തൊക്കെയോ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പേഴ്സണെ സംബന്ധിച്ചിട്ട് ഈ പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആയി പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എൻഡ് ആകുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അതിനുള്ള ഒരു ടൈം അല്ല. നിങ്ങൾ എത്രയൊക്കെ ഫോഴ്സ് ചെയ്താലും അവർക്ക് നിങ്ങളിലേക്ക് വരേണ്ട ഒരു ടൈം അല്ല. ഓക്കെ, നിങ്ങളെ കുറിച്ചൊരു യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ട് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1ന്റെ റീഡിംഗ് ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2ന്റെ റീഡിംഗിലേക്ക് പോവാം. നിങ്ങളുടെ കാർഡ് കണ്ടല്ലോ, ഗ്രൂപ്പ് നമ്പർ 2 ഇവിടെ വാട്ടർ ഗാർഡിയൻ ആണ്. ഇത് കണക്ട് വിത്ത് യുവർ ഇമോഷൻസ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവരുടെ എനർജി ബേസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ സാഡ് ആയിട്ട് ഇപ്പൊ ഈ റീഡിംഗ് കാണുന്നവർ വളരെ സാഡ് ആയിട്ടിരിക്കുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന, എവിടെ നോക്കിയാലും ഒരു വഴക്ക്, എങ്ങനെ നോക്കിയാലും ഒരു വഴക്ക്, പരസ്പരം സംസാരിച്ച് ഒരു ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കും ഉള്ളിലുണ്ടെങ്കിലും സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു വഴക്കിലേക്ക് അവസാനിക്കുന്ന, എന്താ പറയാ, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരുടെ എനർജിയാണ് ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തവരുടെ ഇത് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് കണക്ട് വിത്ത് യുവർ ഇമോഷൻസ് എന്നാണ്. നിങ്ങളുടെ ഇമോഷൻസ് ബേസ് ആയിരിക്കും, അതായത് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന, റിലേഷൻഷിപ്പിനെ ആലോചിച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കാം ഈ റീഡിംഗ് കാണുന്നവർ. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു റീഡിംഗ് കാണുന്നവർ എനിക്ക് തോന്നുന്നു കൂടുതലും വാട്ടറിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, വെള്ളത്തെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം എനിക്ക് തോന്നുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ദ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഫോർ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്, അത് റിവേഴ്സ്ഡ് ആണ്. ഓക്കെ, കാർഡ് കാണുന്നില്ലേ നമുക്ക്? ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ സാഡ് ആയിട്ടുള്ള ഇമോഷണലി ഇരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെയിം തന്നെയായിരിക്കാം. കാരണം നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും ഇവിടെ ഇങ്ങനെ തന്നെയാണുള്ളത്. ദ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന, എന്തൊക്കെയോ കാര്യങ്ങളിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി, ആളുകളുടെ എനർജിയാണ് കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളും ഇതേപോലെ ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ഉള്ളവരായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് എന്തൊക്കെയോ കാര്യങ്ങളിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നു ഈ ഒരു പേഴ്സൺ. ഓക്കെ, അവർക്ക് ഒരു കാര്യങ്ങളിലും ഒരു ഐഡിയ കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. ചിലപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരേജ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ ഇടയിലേക്ക് വേറെ ഏതെങ്കിലും ഒക്കെ വ്യക്തി കടന്നു വന്നിട്ടുണ്ടാകാം. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ചിന്തകൾ എന്താണ്? 6 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. 6 ഓഫ് വാൻഡ്സ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു എന്താ പറയാ, ഒരു ഉണർവ് കിട്ടിയിട്ടുണ്ട്, ഒരു അവേക്നെസ് ഉണ്ടാവുന്നുണ്ട്. അത് എന്തിന്റെ കാര്യത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
എന്തോ ഒരു കാര്യം ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു വ്യക്തി ഇൻവോൾവ് ആയതായിരിക്കാം. ഓക്കെ, അങ്ങനെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടാകുക. അങ്ങനെയായിരിക്കാം മേ ബി എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു അവേക്നെസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ചിന്ത, ഒരു ഉണർവ് വന്നിട്ടുണ്ട്. അതായത് ഒരു ബോധം വന്നിട്ടുണ്ട് അവർക്ക്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയി, ഞാൻ ചെയ്തത് റോങ് ആയിരുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് വരുന്നുണ്ട്. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. സോ അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, ഒന്നും നിങ്ങളുടെ പേഴ്സണ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവർക്ക് ഇപ്പോൾ ഒരു അവേക്നെസ് ഉണ്ടാവുന്നുണ്ട്. ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ആണോ വന്നിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ, ദ ചാരിയറ്റ് കാർഡ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. ദ വേൾഡ് കാർഡും റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് മനസ്സ് വളരെ വേദനിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ പേഴ്സൺ ഉള്ളത്. മേ ബി ഇത് ഇവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടിയിട്ടുള്ള തിരിച്ചടി ആയിരിക്കാം ഇത്. ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നടുവിലേക്ക് കടന്നു വന്നപ്പോൾ, അതൊരു ഫാമിലി ഫ്രണ്ട് ഓർ ഫാമിലിയിലുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം. സോ നിങ്ങൾ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി എന്താ പറയാ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഈ പേഴ്സൺ വന്നിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പൊ അവരെ സംബന്ധിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ അവർക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഒന്നുമില്ല ഇപ്പൊ അവരുടെ കയ്യില്. അവരൊരു സീറോ ആയിരിക്കുന്ന അങ്ങനെ ഒരു ഫീലിങ്സിൽ ഇരിക്കുകയാണ് അവരെ സംബന്ധിച്ച്. അവര് ഒന്നുമില്ലാതെ ഇവരുടെ ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിച്ചിട്ടുള്ള പേഴ്സന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. അതായത് നിങ്ങൾ കൂടെയുള്ള സമയത്തായിരുന്നു അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് വളരെ സ്റ്റേബിൾ ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ബെറ്റർ ആണെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് തന്നെ ശരിക്കും പറയാം. ദ ചാരിയറ്റ് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ആ പേഴ്സണെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല, എന്താണ് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് ഒക്കെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. മേ ബി ഇത് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടിയ തിരിച്ചടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ യൂസ് ചെയ്തിട്ടുണ്ടാകാം. അതിപ്പോൾ ആ പേഴ്സണ് മനസ്സിലാകുന്നുണ്ടാകും. ഇവിടെ ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. അതാണ് അവർക്കുള്ളൊരു ഉണർവാണിത്. അവരിപ്പോൾ അത് മനസ്സിലാക്കിയല്ലോ. ദ വേൾഡ് കാർഡ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. ഒന്നും കിട്ടുന്നില്ല അവർക്കിപ്പോൾ. അവരെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഈ ലോകത്തിൽ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ളൊരു ഇതിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു കാർഡും കൂടി ഫൈനലി എടുക്കാം. ദ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. അതായത് കുറച്ചൊരു അറിയപ്പെടുന്ന, 4 ആൾ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ പാട്ട് പാടുന്ന, ഡാൻസ് ചെയ്യുന്ന, അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരാളായിരിക്കാം നിങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള ഒരാളായിരിക്കാം. കൂടുതൽ സോഷ്യൽ മീഡിയയുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അത് സംബന്ധിച്ച് തന്നെ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് വന്നു ചേർന്നിട്ടുള്ള വേറെ ഏതെങ്കിലും പേഴ്സൺ, വേറെ ഏതെങ്കിലും വ്യക്തികൾ കാരണമായിരിക്കാം നിങ്ങളുടെ ഇടയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടാകുക. ഓക്കെ, ആ പേഴ്സണെ സംബന്ധിച്ചിട്ട് ആ പേഴ്സൺ ഇപ്പോൾ എല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്കൊന്നും ഇല്ല. ഞാനൊരു സീറോയാണ് എന്നുള്ള ഒരു ചിന്തയിൽ അവരിപ്പോ നിൽക്കുകയാണ്, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അത് അവരുടെ ചിന്തകളാണ്. ഓക്കെ, അതിൽ നിന്നും അത് അവർക്ക് കിട്ടേണ്ട ഒരു പാഠമാണ്. ഓക്കെ, അതിനൊരു ടൈം വരും.
7 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇതാ ബോട്ടം ഓഫ് ദ ഡെക്ക് ഇതുണ്ടോ 7 ഓഫ് സോർട്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്ന, മുന്നോട്ട് പോകാൻ കഴിയാതെ, ഒന്നിലും ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ഒന്നുചേരൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഓടി വരാൻ, നിങ്ങളടുത്ത് സങ്കടം പറയാനൊക്കെ ആ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങളെ വന്നിട്ട് എന്താ പറയാ, വളരെ ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ, നിങ്ങളടുത്ത് എന്തൊക്കെയോ പറയാൻ ഇങ്ങനെ ആഗ്രഹിക്കുക, വിങ്ങി നിൽക്കുകയാണ് ആ പേഴ്സൺ. കാരണം ഞാനൊന്നും അല്ല, ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് വളരെ ഇമോഷണലി പറയാൻ സാധിക്കുന്നില്ല അത്. അങ്ങനെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഒരുപാട്. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കാം ചിലപ്പോൾ. ഓക്കെ, അവരെ നിങ്ങൾ കണ്ടറിയുക, അവരുടെ കാര്യങ്ങൾ കണ്ടറിയുക, അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടറിയുക. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാൻ പാടില്ല. എത്രയൊക്കെ ദുഷ്ടരാണെന്ന് പറഞ്ഞാലും അവരുടെ കണ്ണീര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സ് അത്രയും അലിയുന്ന ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മൾ അവരെ തള്ളി പറയാൻ പാടില്ല. നമുക്ക് അവരെ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അഡ്വൈസ് നമുക്ക് കൊടുക്കാം. പക്ഷെ പഴയതുപോലെയുള്ള ഒരു അറ്റാച്ച്മെന്റ് അവരുമായിട്ട് വെക്കാതിരിക്കുക. കാരണം അവരിൽ നിന്നൊരു പാഠം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും അങ്ങനെ ഒരു പാഠം കിട്ടാം എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് നിൽക്കാം. പഴയ ഒരു ഇത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരെ നിങ്ങൾക്ക് സമാധാനിപ്പിക്കാൻ കഴിയും. ഓക്കെ, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങളിൽ നിന്നൊരു സമാധാനം അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്നൊരു സമാധാനം അവർക്ക് കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഓടി വരാൻ തയ്യാറാണ് ആ പേഴ്സൺ നിങ്ങൾ സ്വീകരിക്കുവാണെങ്കിൽ. സ്റ്റെക്ക്ഡ് ആണ്, ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2ന്റെ റീഡിങ് ഇതാണ്. എനിക്ക് ഈ ഒരു റീഡിങ്ങില് ആ പേഴ്സന്റെ ഇമോഷൻസ് വളരെ എന്താ പറയാ, ജെന്യുവൻ ആയിട്ടുള്ള ഇമോഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ഫീലിങ്സ് ആണ് ആ പേഴ്സൺ ഈ ഒരു അവസ്ഥയിലൂടെ ആ പേഴ്സൺ കടന്നു പോകുമ്പോ. അവർക്ക് വാ തുറന്ന് ഇങ്ങനെ മിണ്ടാൻ പറ്റാത്ത അങ്ങനെ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എനിക്ക് കഴിയുന്നില്ല, നിങ്ങളടുത്തോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് നിങ്ങൾ കണ്ടല്ലോ, 7 ഓഫ് സോർട്സ് ആണ്. വളരെ പെയിൻഫുൾ ആയിട്ട് സ്റ്റക്കായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ഒന്നിലും ഒരു ഐഡിയ കിട്ടാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇവിടെ ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 രണ്ടും കിട്ടിയത് ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക, കമന്റ് ചെയ്യുക. ആൻഡ് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, നെഗറ്റീവായിട്ട് ചിന്തിച്ച് വെക്കാതിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.